അടുത്തത് 38 മുതൽ. പദമേകം ന ഗച്ഛേത് തു യദിച്ഛേത് ശുഭമാത്മനഃ കവചേനാവൃതോ നിത്യം യത്ര യത്ര ഹി ഗച്ഛതി തത്ര തത്രാർത്ഥലാഭശ്ച വിജയഃ സർവകാമികഃ. യം യം ചിന്തയതേ കാമം തം തമാപ്നോതി നിശ്ചിതം. അപ്പോൾ ഇവിടെ 38, 39 തനിക്ക് ശുഭമുണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവൻ കവചത്തോടു കൂടിയല്ലാതെ ഒരടി പോലും വയ്ക്കരുത്. അപ്പം കവചം നിങ്ങൾ എപ്പോഴും ആവൃതമായിരിക്കണം, കവചത്താൽ ആവൃതനായി ഇരിക്കണം. എവിടെ പോയാലും അവിടെയെല്ലാം അർത്ഥലാഭവും വിജയവും ഉണ്ടാകും, എല്ലാ അഭീഷ്ടങ്ങളും സാധിക്കുന്നു. ഇത് നിശ്ചയം. അപ്പോൾ കവചം അത്യാവശ്യമാണ്. കവചം നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ, വായിക്കുക. അത് എല്ലാവരുടെ ജീവിതത്തിലും സാധനയായി തീരട്ടെ. 40ാമത്തെ ശ്ലോകം. പരമൈശ്വര്യമതുലം പ്രാപ്സ്യതേ ഭൂതലേ പുമാൻ നിർഭയോ ജായതേ മർത്യഃ സംഗ്രാമേഷ്വപരാജിതഃ ത്രൈലോക്യേ തു ഭവേത് പൂജ്യഃ കവചേനാവൃതഃ പുമാൻ ഇദം തു ദേവ്യാ കവചം ദേവാനാമപി ദുർലഭം. കവചം ധരിച്ചിട്ടുള്ള പുരുഷൻ ഭൂമിയിൽ ശ്രേഷ്ഠവും അതുല്യവുമായ ഐശ്വര്യത്തെ പ്രാപിക്കും. അങ്ങനെയുള്ള മനുഷ്യൻ യുദ്ധങ്ങളിൽ അപരാജിതനും നിർഭയനും ആയിത്തീരുന്നു. കവചത്താൽ ആവൃതനായ പുരുഷൻ 3 ലോകങ്ങളിലും പൂജ്യനായി ഭവിക്കുന്നു. ദേവിയുടെ ഈ കവചം ദേവന്മാർക്കു പോലും ദുർലഭം ആകുന്നു. 42, 43. യപ്പഠേത് പ്രയതോ നിത്യം ത്രിസന്ധ്യം ശ്രദ്ധയാന്വിതഃ ദൈവീകലാ ഭവേത് തസ്യ ത്രൈലോക്യേ ചാപരാജിതഃ ജീവേദ്വർഷശതം സാഗ്രം അപമൃത്യുർവിവർജിതഃ നശ്യന്തി വ്യാധയഃ സർവേ ലൂതാ വിസ്ഫോടകാദയഃ ജീവേഷു. ഞാൻ ഒന്നുകൂടെ ചൊല്ലിത്തരും, അവസാനം ചൊല്ലിത്തരാം. വേറെ നിത്യവും ശുദ്ധനായി ഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടിയും ഈ കവചം ത്രിസന്ധികളിലും ജപിക്കുന്നവന് ദൈവീകല ഉണ്ടാകും. ഈ 3 ലോകങ്ങളിലും അപരാജിതനായി, പരാജിതനല്ലാതെ എന്നർത്ഥം. പരാജിതൻ എന്ന് പറഞ്ഞാൽ തോൽവി, അപരാജിതൻ ജയം. അപമൃത്യു കൂടാതെ 100 വർഷം പൂർണ്ണമായും ജീവിക്കും. അവൻ്റെ ലൂതാ വിസ്ഫോടകാദികളായ രോഗങ്ങൾ എല്ലാം നശിക്കും. എന്താണ് ലൂത? ഒരു രോഗമാണ്, തൊലിപ്പുറത്ത് അവിടെ ഇവിടെ കാണുന്ന വിണ്ട് കീറുന്ന ഒരു ലക്ഷണമുള്ളൊരു രോഗം. അപ്പോൾ വിസ്ഫോടകം എന്ന് പറഞ്ഞാൽ മസൂരി, നമ്മൾ മസൂരി കേൾക്കാറില്ലേ, കൗപോക്സ്. ലൂതയും ഒരിനം വിസ്ഫോടമാണ്. അപ്പോൾ ദൈവികല അറിയാലോ, ദേവസമ്പത്ത്. ഇത് 3ആണ് അപ്പം ഇതിലെ പ്രത്യേകത. അത് 3 ഇല്ലാതെ വരും. ദൈവികല ഉണ്ടാവുകയും ചെയ്യും, ചൈതന്യാംശം കിട്ടും, മറ്റ് 2 അസുഖങ്ങളും വിട്ടൊഴിഞ്ഞു പോവുകയും ചെയ്യും. 44. സ്ഥാവരം ജംഗമം ചാപി കൃത്രിമം ചാപി യദ്വിഷം ആഭിചാരാണി സർവാണി മന്ത്രയന്ത്രാണി ഭൂതലേ ഭൂചരാഹ ഖേചരാശ്ച. അത് നിങ്ങളുടെയൊക്കെ പുസ്തകത്തിലും ആ മാറ്റം വരും, അവിടെ അക്ഷരത്തിട്ട് കാണാനുണ്ട്, അത് നോക്കുക. ഭൂചര എന്നാണ്. ഭൂചരാഹ ഖേചരാശ്ചൈവ ജലജാശ്ചൗപദേശികാഃ സഹജാഃ കുലജാമാലാഡാഗിനി ശാകിനി തഥാ അന്തരീക്ഷചരാ ഘോര ഭാഗിന്യശ്ച മഹാബല ഗ്രഹ
ഗ്രഹഭൂതപിശാചാശ്ച യക്ഷഗന്ധർവരാക്ഷസാഃ ബ്രഹ്മരാക്ഷസവേതാളാഃ കൂഷ്മാണ്ഡാ ഭൈരവാദയഃ നശ്യന്തി ദർശനാത്തസ്യ കവചേ ഹൃദി സംസ്ഥിതേ. ഇവിടെ സ്ഥാവരം, ജംഗമം, കൃത്രിമം എന്നിങ്ങനെ 3 ഭൂമിയിലുള്ള എല്ലാ വിഷയങ്ങളിലും എന്താണ് വിഷമങ്ങളിലും എല്ലാ വിഷങ്ങളിലും ഭൂമിയിൽ മന്ത്രങ്ങൾ, യന്ത്രങ്ങൾ, ആഭിചാരങ്ങൾ തുടങ്ങിയവ എല്ലാ ഭൂചരങ്ങളായും ഖേചരങ്ങളായും ജലജങ്ങളായും ഔപദേശികങ്ങളായും സഹജങ്ങളായും കുലജങ്ങളായും ഉള്ള മാല, ഡാകിനി, ശാകിനി തുടങ്ങിയ ഉഗ്രശക്തികളും അന്തരീക്ഷ ചരങ്ങളും ഘോരങ്ങളും മഹാബലങ്ങളുമായ ഡാകിനികളും ഗ്രഹങ്ങൾ, ഭൂതങ്ങൾ, പിശാചങ്ങൾ, യക്ഷർ, ഗന്ധർവർ, രാക്ഷസന്മാർ, ബ്രഹ്മരക്ഷസുകൾ, വേതാളങ്ങൾ, കൂഷ്മാണ്ഡങ്ങൾ, ഭൈരവർ തുടങ്ങിയ ബാധകളും എല്ലാം കവചം ഉള്ളിൽ ഉള്ളവൻ്റെ ദർശനമാത്രയിൽ നശിച്ചു പോകുന്നു. അപ്പം എല്ലാ ദുഷ്ടശക്തികളും കവചം ഉള്ളിൽ പഠിച്ചാൽ, അത് മന്ത്രമായി ചൊല്ലിയാൽ ഈ ദുഷ്ടശക്തികളെല്ലാം നശിച്ചു പോകുന്നു. മനുഷ്യർക്ക് ഓരോ തരത്തിൽ ആപത്തുണ്ടാക്കുന്ന വസ്തുക്കളെയും ശക്തികളെയുമാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ ഇന്നലെ ഒരാൾ എന്നോട് വേതാളാരൂഢ ഒരു അർത്ഥം ചോദിച്ചിരുന്നു. വേതാളാരൂഢ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വേതാളത്തിൽ കയറി ഇരിക്കുന്നവൾ എന്നുള്ളതാണ് അർത്ഥം. ആരൂഢ, കയറിയ. ഇവിടെ അത്രയേ ഉള്ളൂ. അടുത്ത ശ്ലോകം 48, 49, 50, 51. എന്നാൽ കവചം തീർന്നു. മനോന്നതിർഭവേദ്രാജ്ഞഃ തേജോ വൃദ്ധികരം പരം യശസാ വർദ്ധതേ സോപി കീർത്തിമണ്ഡിതഭൂതലേ. 49. ജപേത് സപ്തശതീം ചണ്ഡീം കൃത്വാ തു കവചം പുരാ യാവത് ഭൂമണ്ഡലം തിഷ്ഠേത് സശൈലവനകാനനം. 50. ശ്ലോകം. താവത് തിഷ്ഠതി മേദിന്യാം സന്തതി പുത്രപൗത്രികീ ദേഹാന്തേ പരമം സ്ഥാനം യത്സുരൈരപി ദുർലഭം പ്രാപ്നോതി പുരുഷോ നിത്യം മഹാമായാ പ്രസാദതഃ. 51. ശ്ലോകം. അവസാനത്തെ ശ്ലോകമാണ് കവചത്തിലെ. പ്രാപ്നോതി പുരുഷോ നിത്യം മഹാമായാ പ്രസാദതഃ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഇവിടെ ഈ കവചം ഹൃദയത്തിലുള്ളവന് രാജാവിൽ നിന്ന്, ഭരണാധികാരികളിൽ നിന്ന് ബഹുമാനം ലഭിക്കുന്നു. ഇത് തേജസ്സിനെ വർദ്ധിപ്പിക്കുന്നതാണ്. ഇത് ജപിക്കുന്നവൻ സ്വന്തം കീർത്തി കൊണ്ട് ഭൂമണ്ഡലത്തെ അലങ്കരിക്കുന്നവനായി യശസ്സുകൊണ്ട് വർദ്ധിക്കുന്നവനായും തീരും. കവചം ജപിച്ചതിന് ശേഷമാണ് സപ്തശതി പാരായണം ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുന്നവൻ്റെ പുത്രപൗത്ര പരമ്പരാരൂപമായ സന്തതി സശൈലവനകാനനമായ ഭൂമണ്ഡലം നിലനിൽക്കുന്നിടത്തോളം കാലം ഭൂമിയിൽ നിലനിൽക്കും. അപ്രകാരം ചെയ്യുന്നവൻ മഹാമായാപ്രസാദത്താൽ ദേവന്മാർക്കുകൂടി ദുർലഭമായ പരമപദത്തെ ദേഹാന്തത്തിൽ പ്രാപിക്കും. അമ്മേ മഹാദേവി ശരണം. ഇതി നവാംഗം സമാപ്തം.